ഹായ് കൂട്ടുകാരെ. അപ്പോൾ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കിൾസിൻ്റെ കീ നോട്ട്സും ഞാൻ എന്ത് ചെയ്യുന്നത് തൊട്ട് മുമ്പത്തെ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാവരും കണ്ടിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഓക്കെ, പേജ് നമ്പർ 36 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ദ ഈസ് circle is the arc made in the picture below. ചിത്രത്തിൽ അടയാളപ്പെട്ടിരിക്കുന്ന ചാപം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ്? ഓക്കെ, അവിടെ ചോദിച്ചിരിക്കുന്ന ചിത്രം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം ഞാനിത് അവിടെ വരച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഒരു സർക്കിളിന് എന്ത് ചെയ്തൊരു ബ്ലൂ കളറിലൊരു സർക്കിൾ തന്നിട്ടുണ്ട്. അതിലൊരു ഗ്രീൻ കളറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ആർക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു രണ്ട് ലൈൻസ്. ആ ലൈൻസ് കൂട്ടിമുട്ടുന്ന ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 40 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്? നമുക്ക് അതിൻ്റെ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കിളിൻ്റെ ഫ്രാക്ഷൻ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർക്കിളിൻ്റെ ഒരു ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് എത്ര ഡിഗ്രിയാണെന്നറിയാം, 360 ഡിഗ്രിയാണെന്നറിയാം. അതിൽ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ നിർബന്ധമാണ്. സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെ നമുക്ക് വേണം. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കിയാൽ, ഇവിടെ കൊടുത്തിരിക്കുന്ന അറ്റത്തുള്ള 40 ഡിഗ്രി എന്ന് പറയുന്നത് എവിടെ കൊടുത്തിരിക്കുന്ന, അറ്റത്ത് കൊടുത്തേക്കുന്ന ആംഗിൾ ആണല്ലേ. ഓക്കെ, സോ ആ ആംഗിൾ എടുത്തിട്ട് നമ്മൾ ആൻസർ ചെയ്ത ആൻസർ എന്ത് ചെയ്തു പോകും, തെറ്റിപ്പോവും. സോ അതുകൊണ്ട് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്, നമുക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു ആംഗിൾ അറ്റ് സെൻറ്റർ ഡിവൈഡഡ് ബൈ എന്താണ്, 360. ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ്റെ ഫോർമുല അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു സർക്കിളിൻ്റെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ആർക്കിൻ്റെ ഫ്രാക്ഷൻ നമ്മളോട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ആ ആർക്കിൻ്റെ രണ്ടറ്റത്ത് നിന്ന് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇവിടുത്തെ ഈ പിക്ചറിലോട്ട് നോക്കി, ഈ പിക്ചറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാക്കണ്ടോ, ഇതാണ് രണ്ട് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ പോയിന്റ്സിൽ കറക്റ്റ് സെൻട്രൽ ഉണ്ടാക്കുന്ന ഇത് സെൻറ്ററാണ്. ഒ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു സെൻറ്ററായിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, കറക്റ്റ് സർക്കിളിൻ്റെ കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം. ഓക്കെ, ഒ എന്ന് പറയുന്നത് സെൻറ്ററാണ്. ഈ എയും ബിയും എന്ന് പറയുന്നത് ഇത് എ, ഇത് ബി, ഇത് രണ്ടും എന്താണ്, സർക്കിളിൻ്റെ രണ്ട് പോയിന്റ്സ് ആണ്. ഈ ആർക്ക് എ ബി എന്ന് പറയുന്ന ആർക്കിൻ്റെ ആണ്, അതായത് മേജർ അല്ല മൈനർ ആർക്കിൻ്റെ ആണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുള്ളത്, ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ സെൻറ്ററിലുള്ള ഈ ആംഗിൾ വേണ്ടേ, അത് നിർബന്ധമായിട്ട് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല തിയറം പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സർക്കിളിൻ്റെ രണ്ടറ്റത്ത് നിന്ന് സർക്കിളിലോട്ട് ഉണ്ടാക്കുന്ന ആംഗിള് സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിളിൻ്റെ എന്തായിരിക്കും, പകുതിയായിരിക്കും. തിരിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ സർക്കിളിൽ ഇതാ ഈ രണ്ട് പോയിന്റ്, അതായത് എയും ബിയും എന്ന് പറയുന്ന പോയിന്റ് ഇതാ, ഇപ്പോൾ ഈ പോയിന്റിന് ഞാൻ സി എന്ന് എടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പോൾ എയും ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സിയിലോട്ട് വരയ്ക്കുന്ന ഈ വര, ഈ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, എയിൽ നിന്ന് ഒയിലോട്ടും പിന്നീട് ഒയിൽ നിന്ന് ബിയിലോട്ടും വരയ്ക്കുന്ന ഈ ആംഗിളിന് എന്തായിരിക്കും, അവിടെ ഉള്ളത് പകുതിയായിരിക്കും. അതായത് ഇതിൻ്റെ എന്തായിരിക്കും, ഇരട്ടിയായിരിക്കും എന്നുള്ളതാണ്. അതായത് മേജർ ആർക്കിൽ ഉണ്ടാക്കിയതിൻ്റെ, അതായത് ഈ 40ൻ്റെ ഇരട്ടിയായിരിക്കും അവിടെ കിടക്കുന്നത്, ഈ സെൻറ്ററിൽ ഉണ്ടാക്കുന്നത്. സോ ആംഗിൾ എത്രയായിരിക്കും, 40യുടെ ഇരട്ടി, അതായത് 40 × 2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 80 എന്ന് കിട്ടി. സോ ഈ ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി, 80 ആണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അങ്ങനെ 80 ആണെങ്കിൽ നമുക്ക് ഫ്രാക്ഷൻ കണ്ടുപിടിച്ചൂടെ, സെൻട്രൽ ആംഗിൾ കിട്ടിയല്ലോ. ഓക്കെ, ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും, ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം, 360 ചെയ്യണം. സോ രണ്ടിലും 0 ക്യാൻസൽ ചെയ്തു, ബാക്കി 8 ഡിവൈഡഡ് ബൈ 36. ഓക്കെ, രണ്ട് 4ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളത്, അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ 2 എന്ന് കിട്ടും, ഇവിടെ 36 എത്ര പ്രാവശ്യം 9 കിട്ടും. സോ 2/9 ആണ് എന്തെന്ന് പറയുന്നത്, ആ സർക്കിളിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ സിമ്പിളാണ്. അതായത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന തിയറം എന്ന് പറയുന്നത് എന്തായിരിക്കും, ആംഗിൾ മെയ്ഡ് ബൈ ദ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ എന്തായിരിക്കും, ഇരട്ടിയായിരിക്കും എന്തുണ്ടാക്കുന്നത്, സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ആ ഒരു ഫ്രാക്ഷൻ കണ്ടുപിടിച്ചില്ലേ, സിമ്പിളാണ് സംഭവം എന്ന് പറയുന്നത്. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളവിടെ 40 എടുത്തു കഴിഞ്ഞാൽ ആൻസർ എന്ത് ചെയ്യും, തെറ്റും എന്നുള്ള കാര്യം ആലോചിക്കുക കേട്ടോ. ഓക്കെ, സോ 40യുടെ ഇരട്ടിയായിട്ടുള്ള 8 വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സെൻറ്ററിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. Second question. When the corners of a bent wire was placed at the center of a circle, 1/10 of the circle was contained within it. If the corner of this wire is placed on
a point of this circle as in the second picture, what is the fraction of circle could it contain? What if it plays at the point on the another circle as in the third picture? ഒരു കമ്പി രണ്ടായി മടക്കി അതിൻ്റെ മൂല ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ വെച്ചപ്പോൾ വൃത്തം 1/10 ഭാഗത്തിൽ അതിനുള്ളിൽ പെട്ടു. ഇതേ കമ്പിയുടെ മൂല വൃത്തത്തിൻ്റെ ഒരു ബിന്ദുവിൽ ചേർത്ത് വച്ചാൽ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് അതിനുള്ളിലാവുക? മറ്റേതെങ്കിലും വൃത്തത്തിൽ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചാലോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് 2 സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അവിടെ 3 ഫിഗേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കമ്പിയുണ്ട്, അല്ലെങ്കിൽ ഒരു ബെൻഡ് ചെയ്യുന്ന വയറുണ്ട്. ആ വയർ ബെൻഡ് ചെയ്തിട്ട് ഒരു വി ഷേപ്പിലാക്കിയിട്ട് മാറ്റി. നോക്കിക്കേ, ഇവിടെ ഒരു വി ഷേപ്പിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ വി ഷേപ്പിലാക്കി മാറ്റിയ സാധനത്തിനെ കറക്റ്റ് എവിടെ കൊണ്ടുപോയി വെച്ചു? സെൻറ്ററിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ എന്തായിട്ട് മാറി? 1/10 ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ? ഇത്രയും പറഞ്ഞത് ഓക്കെ ആണല്ലോ? ഓക്കെ, 1/10 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ ഉണ്ടാവുന്ന സെൻട്രൽ ആംഗിൾ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതേ സാധനം വീണ്ടും ബെൻഡ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. ഇതേ സാധനം നമ്മൾ വീണ്ടും എവിടെ കൊണ്ടുപോയി വെച്ചു? സർക്കിളിൽ ഒരു പോയിന്റിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ എന്താണ് അവിടുത്തെ ഫ്രാക്ഷൻ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ചിത്രം എന്ന് പറയുന്നത്. എന്ത് വെച്ചിട്ടുണ്ട്? സെൻറ്ററിൽ ഒരു ആംഗിൾ ഉണ്ടാവുന്ന രീതിയിൽ 1/10 ആണ് ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെ ഇവിടെ ഫ്രാക്ഷൻ 1/10 ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഫ്രാക്ഷൻ കാണാനുള്ള ഫോർമുല നമുക്കറിയാവുന്ന എന്തായിരുന്നു? ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ആംഗിൾ അറ്റ് സെൻറ്റർ. ഓക്കെ, ആംഗിൾ അറ്റ് സെൻറ്റർ ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 360 ചെയ്യണം. ഓക്കെ ആണല്ലോ? സോ നമുക്കറിയാവുന്ന ഫ്രാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താ? 1/10 ആണ് തന്നിട്ട്. ഈ ഈക്വൽ ടു ആംഗിൾ അറ്റ് സെൻറ്റർ നമുക്കറിയോ? ഇല്ല. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ എഴുതി ആംഗിൾ അറ്റ് സെൻറ്റർ ഡിവൈഡഡ് ബൈ എന്താണ്? 360 ആണ്. ഇനി ആംഗിൾ അറ്റ് സെൻറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ 360 എന്ത് ചെയ്താൽ മതി? നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ മതി. സോ 360 അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 1/10 ഡിവൈഡഡ് ബൈ 360 അപ്പുറത്തോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും? ഇൻറ്റു 360 ആയിട്ട് മാറും. നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ അറ്റ് സെൻറ്റർ കിട്ടും. ഓക്കെ ആണല്ലോ? സോ 0 ക്യാൻസൽ ചെയ്തുമ്പോൾ 1 ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി എത്ര കിട്ടും? 36 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ അറ്റ് സെൻറ്റർ എന്തായിരുന്നു? 36 ആയിരുന്നു. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? സെൻട്രലുള്ള ആംഗിൾ കിട്ടി. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഈ സെൻട്രൽ ആംഗിൾ 36 ആയിട്ടുള്ള സാധനം നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കാൻ പോവുകയാണ് ഇനി? ഈ സർക്കിളിൻ്റെ ഈ ഒരു പോയിന്റിലല്ലേ? ഓക്കെ, ആ സർക്കിൾ ഞാൻ ഇവിടെ മാറ്റി വരച്ചിട്ടുണ്ട്. സർക്കിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒരു പോയിന്റിലാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ ഇപ്പോൾ എത്ര ആംഗിൾ? 36 ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പോയിന്റിലുള്ള ആംഗിൾ കണ്ടുപിടിച്ചൂടെ? ഓക്കെ, അതായത് ഈ ഒ എന്ന് പറയുന്ന സെൻറ്ററിലുള്ള, ഇത് ഒ ആയിട്ട് മാർക്ക് ചെയ്യാം. ഒ എന്ന് പറയുന്ന സെൻറ്ററിലുള്ള എന്ത് കണ്ടുപിടിക്കാം? ആംഗിൾ കണ്ടുപിടിക്കാം. സോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 36 ആണ് ഇവിടെ എന്നെങ്കിൽ അതിൻ്റെ ഇരട്ടി ആയിരിക്കും എവിടെ ഉണ്ടാവുന്നത്? സെൻറ്ററിൽ ഉണ്ടാവുന്നത്. സോ ഇപ്പോൾ സെൻട്രൽ ആംഗിൾ സെക്കൻഡ് സർക്കിളിൽ കൊണ്ടുപോയി വെച്ചപ്പോൾ സെൻട്രൽ ആംഗിൾ എന്താണ്? ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 72 എന്ന് കിട്ടും. അതായത് 36 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 72 എന്ന് കിട്ടും. ഇപ്പം നമ്മുടെ സെൻട്രൽ ആംഗിൾ എന്തായി? 72 ആയി. അങ്ങനെയാണെങ്കിൽ നമ്മളോട് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അല്ല, അതിൻ്റെ ഫ്രാക്ഷൻ ആണല്ലേ? ഓക്കെ, സെൻട്രൽ ആംഗിൾ കിട്ടിയാൽ നമുക്ക് ഫ്രാക്ഷൻ കണ്ടുപിടിച്ചൂടെ? സോ ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു ആംഗിൾ അറ്റ് സെൻറ്റർ ഡിവൈഡഡ് ബൈ എന്താണ്? 360 ആണ്. സോ ആംഗിൾ അറ്റ് സെൻറ്റർ എത്രയാണ്? 72 ഡിവൈഡഡ് ബൈ എന്താണ്? 360. ഓക്കെ ആണല്ലോ? സോ 72 360 എത്ര പ്രാവശ്യം പോവും? 2 ടൈംസ് പോകും അല്ലേ? സോ 2/10 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/5 എന്ന് കിട്ടും. സോ ഇപ്പോൾ അതിൻ്റെ സെൻറ്റർ ഫ്രാക്ഷൻ എന്തായിട്ട് മാറി? 1/5 ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ? ഓക്കെ,
ഇനി നമ്മളോട് ചോദിച്ചേക്കുവാണ് മൂന്നാമത്തെ ചിത്രത്തിൽ കൊടുത്തേക്കുന്നത് ഇത് വേറെ റേഡിയസ് കുറഞ്ഞൊരു സാധനത്തിൽ കൊണ്ടുപോയി വെക്കുവാണെങ്കിലോ. ഓക്കെ, അപ്പോൾ 10 റേഡിയസ് ഉള്ളതിലാണ് ആദ്യത്തിൽ വെച്ചെങ്കിൽ രണ്ടാമതൊരു 5 റേഡിയസ് ഉള്ളതിൽ കൊണ്ടുപോയി വെക്കുമ്പോഴും ഈ സെൻട്രൽ ആംഗിൾ മാറും. അതായത് ഈ ബെൻഡ് ചെയ്തേക്കുന്ന ആംഗിൾ ഇപ്പോഴും എത്ര തന്നെയാണ്? 36 തന്നെയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ അപ്പോഴും എന്ത് തന്നെയായിരിക്കും? 72 തന്നെയായിരിക്കും അല്ലേ? 72 തന്നെയാണ് വെച്ചെങ്കിൽ ഫ്രാക്ഷൻ മാറും. 72/360 തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് എന്ത് തന്നെ ആൻസർ കിട്ടും? 1/5 എന്ന് കിട്ടും. സോ അവിടെ എന്തിന് പ്രാധാന്യമില്ല? റേഡിയസിന് പ്രാധാന്യം. റേഡിയസ് എത്ര വലുതായാലും ചെറുതായാലും കൊണ്ടുവെക്കുന്നത് എവിടെ തന്നെ ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഒരു മൂലയിൽ തന്നെ ആയിരിക്കണം. അതിന് എത്ര വലിയ സർക്കിൾ ആണെങ്കിലും എത്ര ചെറിയ സർക്കിൾ ആണെങ്കിലും എവിടെ തന്നെ വെച്ചാൽ മതി. മൂലയിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആംഗിൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഫ്രാക്ഷൻ എന്ത് വരില്ല? ഒരു ചേഞ്ചും വരില്ല. ഓക്കെ ആണല്ലോ. സോ ഇവിടെ നമ്മൾ ഉപയോഗിച്ച തിയറം എന്ന് പറയുന്നത് എന്തായിരുന്നു? അതായത് ഒരു സർക്കിളിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും അതിൻ്റെ എന്തിൽ ഉണ്ടാക്കുന്നത്? സെൻട്രൽ ഉണ്ടാക്കുന്നത്. ഒറ്റ തിയറം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പിന്നെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ സെൻട്രൽ ആംഗിൾ ഡിവൈഡഡ് ബൈ 360 ആണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ ഫ്രാക്ഷൻ എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കാം. ഓക്കെ ആണല്ലോ. സോ 2 ക്വസ്റ്റ്യൻസ് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി അടുത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണം. ഓക്കെ, താങ്ക് യു.